ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ PSC ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് ആയ തേജസ് എവിടെ മുതൽ എവിടം വരെയായിരുന്നു? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് എന്ന്? 2020 ജനുവരി 1 മുതൽ. 2020 ജനുവരി 1 മുതലാണ് കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം വന്നത്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഛത്തീസ്ഗഡ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്കശാലയാണ് ഭിലായ്. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം? അമരാവതി. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം അമരാവതി. COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഹ്യൂബെ. COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഹ്യൂബെ. ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര്? ഗഗൻയാൻ. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആര്? ജി കാർത്തികേയൻ. താഴെ കൊടുത്തവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ജി കാർത്തികേയൻ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം 1932 നടന്നത്. ഈ പ്രക്ഷോഭം പ്രധാനമായും തിരുവിതാംകൂറിലെ സർക്കാർ നിയമനങ്ങളിലും നിയമസഭയിലും ഈഴവ മുസ്ലിം ക്രൈസ്തവ വിഭാഗക്കാർക്ക് പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവയ്ക്ക് നേതൃത്വം വഹിച്ചവരെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായത് യോജിപ്പിച്ചത് കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KP കേശവമേനോൻ. മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പൻ. ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. പന്മന ആശ്രമം ചട്ടമ്പി സ്വാമികൾ. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന. കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സ്രഷ്ടാവ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. നായർ സമുദായത്തിലല്ല, നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പൊതുസമൂഹത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആളാണ് VT ഭട്ടതിരിപ്പാട്. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽപ്പെട്ടത്. അപ്പോൾ 1, 2, 4 ആണ് VT ഭട്ടതിരിപ്പാടിനെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. മൂന്നാമത്തത് തെറ്റായിട്ടുള്ള പ്രസ്താവന. മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഒന്നാമത്തെ പ്രസ്താവന. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപവും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. 1921, 22 വർഷങ്ങളിൽ നടന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ഖിലാഫത്ത് പ്രസ്ഥാനം 1919 മുതൽ 22 വരെയാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത്. സ്വരാജ് പാർട്ടി രൂപം കൊണ്ടത് 1923 സ്വരാജ് പാർട്ടി രൂപം കൊണ്ടിട്ടുള്ളത്. സൈമൺ കമ്മീഷൻ്റെ വരവ് 1928. അങ്ങനെ കാലഘടനാക്രമം നോക്കുമ്പോൾ 1, 2, 3, 4 എന്നീ ഓർഡറിലായിരിക്കും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെർക്കേറ്റർ. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, മിസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. റേഡിയോ തരംഗങ്ങൾ മിസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ 1, 2, 3 എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കുവാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത്? രാഷ്ട്രം. 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1955 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തത്, ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു. നാലാമത്തത്, 5 വർഷമാണ് കാലാവധി. ഇതിൽ 1ഉം 3ഉമാണ് കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ. 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 6 വർഷമാണ് രാജ്യസഭയുടെ കാലാവധി. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസ്. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷക പേടകം ഏതാണ്? പേഴ്സിവറൻസ്. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷക പേടകമാണ് പേഴ്സിവറൻസ്. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. 17-ാം നൂറ്റാണ്ടിൻ്റെ അല്ല 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ പഴശ്ശിരാജ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയത്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം, KP കേശവമേനോൻ. ചെമ്പഴന്തി ആശ്രമം, ശ്രീനാരായണ ഗുരു. ചാന്നാർ ലഹള, അയ്യങ്കാളി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. INA-യിൽ സോൾജിയറായിരുന്ന വ്യക്തിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദറും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും 2 വ്യക്തികളാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി INA-യിൽ പ്രവർത്തിച്ചിട്ടില്ല. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക.
ഒന്ന് കെ കേളപ്പൻ നയിച്ചു. 2 കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. തെറ്റായ പ്രസ്താവനയാണ്. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പങ്കെടുത്തത്. കെ കേളപ്പനോടൊപ്പം 32 സമരസേനാനികളാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. 1, 2, 3 കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഒന്നാമത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. ചൗരി ചൗര സംഭവം 1922. ഉപ്പ് സത്യാഗ്രഹം 1930. ബംഗാൾ ഗസറ്റ് 1780. ക്വിറ്റ് ഇന്ത്യ സമരം 1942. അപ്പോൾ ഫസ്റ്റ് ബംഗാൾ ഗസറ്റ് 1780. പിന്നീട് വരുന്നത് ജാലിയൻ വാലാബാഗ് 1919. പിന്നീട് വരുന്നത് ചൗരി ചൗര സംഭവം 1922. പിന്നെ ഉപ്പ് സത്യാഗ്രഹം 1930. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം 1942. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഹിന്ദു സമാജം. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓറഞ്ച് വിപ്ലവം. 2004 നവംബർ മുതൽ 2005 ജനുവരി വരെ ഉക്രൈനിൽ നടന്ന സമരപരമ്പരകളാണ് ഓറഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ വിക്രം എ സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ വിക്രം എ സാരാഭായ്. ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. രണ്ടാമത്തെ പ്രസ്താവന, 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കി. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി. ഇതിൽ 1, 2, 3 പ്രസ്താവനകളാണ് കറക്റ്റായിട്ടുള്ളത്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആക്കിയത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത്? ബ്രഹ്മപുത്ര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ബ്രഹ്മപുത്ര. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42. സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാകുന്നത്. കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത്. മൂന്നാമത്തത്, നിയമം, വിദ്യാഭ്യാസം, ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. ഇതിൽ 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാകുന്നത്. അതുപോലെ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏത്? ഡെൽറ്റ. കേരളത്തിൻ്റെ ഭൂപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപമാണ് ഡെൽറ്റ. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏത്? വൈക്കം സത്യാഗ്രഹം. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത്? മേൽമുണ്ട് കലാപം. വിവരാവകാശ നിയമം സംബന്ധിച്ച തെറ്റായ കാര്യം ഏത്? 2005 നിലവിൽ വന്നു 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് 30 ദിവസത്തിനുള്ളിൽ മറുപടി. ഇതെല്ലാം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ശരിയായ കാര്യങ്ങളാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആര്? ജോർജ് വാഷിങ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റാണ് ജോർജ് വാഷിങ്ടൺ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര്? ഗസ്റ്റപ്പോ. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര് ഗസ്റ്റപ്പോ.
ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിൽ രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര് വിഷുവം. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്നതാണ് വിഷുവം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.